ഇന്റേണൽ മാർക്ക് നൽകിയതിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണവുമായി ഇടുക്കി തൊടുപുഴ ലോ കോളേജ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. മതിയായ യോഗ്യതയില്ലാതിരുന്നിട്ടും അധ്യാപകരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അധിക മാർക്ക് നൽകിയെന്ന് കാട്ടി വിദ്യാർത്ഥി സംഘടനകൾ MG യൂണിവേഴ്സിറ്റിയെ സമീപിച്ചു. അന്വേഷണം നടന്നുവരികയാണെന്നാണ് കോളേജ് മാനേജ്മെന്റിന്റെ വിശദീകരണം. LLB ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ ഫലം പുറത്തു വന്നതോടെയാണ് മാനേജ്മെന്റിനെതിരെ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. 50% കുറവ് ഹാജരുള്ള വിദ്യാർത്ഥിക്ക് ഇന്റേണൽ മാർക്ക് മുഴുവൻ നൽകി റാങ്ക് നേടാൻ സഹായിച്ചുവെന്നാണ് പ്രധാന ആരോപണം. അധ്യാപകരുടെ ഇഷ്ടക്കാർക്കായാണ് അട്ടിമറി നടത്തിയതെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ കോളേജ് ഉപരോധിച്ചു. വെള്ളിയാഴ്ച ഞങ്ങൾ പ്രിൻസിപ്പാൾ ഉള്ള സമയത്ത് പ്രിൻസിപ്പാളോട് സംസാരിച്ചപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞത് എല്ലാ കുട്ടികൾക്കും 2 മാർക്ക് വെച്ച് അപ്ഗ്രഡേഷൻ, അതായത് കോളേജുകാർ 2 മാർക്ക് വെച്ച് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ 2 ദിവസം കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഇന്റേണൽ മാർക്കും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത മാർക്കും തമ്മിൽ കുറച്ച് നോക്കിയ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ ഒരു മഴവിൽ കളർ. മഴവിൽ കളർ എന്ന് പറയുന്നത് ഓരോ മാർക്കും ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ തരത്തിലാണ് മാർക്ക് കൂട്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാണോ ഞങ്ങളെ പഠിപ്പിക്കുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14? ഇതാണോ ഞങ്ങൾ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത്? വീട്ടിലിരുന്ന കുട്ടിക്കാണ് അറ്റൻഡൻസിന് മാർക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഇത്ര വിദ്യാർത്ഥികൾ ക്ലാസ്സിലിരിക്കുന്നത്, ഞങ്ങൾക്കൊക്കെ അറ്റൻഡൻസിന്റെ മാർക്ക് കറക്റ്റ് ആയിട്ടും ആ കുട്ടിക്ക് മാത്രം 5 മാർക്ക് 4 മാർക്കൊക്കെയാണ് അറ്റൻഡൻസിന് കിട്ടിയിരിക്കുന്നത്. ഇന്റേണൽ ഒരു കണ്ടോണേഷൻ അടക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ 20 മാർക്കിന് കൂടുതൽ എങ്ങനെ ഇന്റേണൽ കൂടും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ആ കുട്ടിക്ക് എല്ലാത്തിനും 24, 23 അതിൽ താഴ്ന്നിട്ടില്ല. ആ കുട്ടിക്ക് മാത്രം കിട്ടുന്ന പ്രിവിലേജുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ID കാർഡ് ഇടാതെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 250 രൂപ ഫൈൻ അടക്കണം. പക്ഷെ ആ കുട്ടി മിക്ക ദിവസങ്ങളും യൂണിഫോം ഇടാണ്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ സാധാരണക്കാരുടെ മക്കളായതുകൊണ്ടാണോ ഞങ്ങൾ അനുഭവിക്കുന്നത്? അന്വേഷണത്തിന് പ്രത്യേക കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ക്രമക്കേട് നടന്നതായി തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്നുമാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. പ്രശ്നപരിഹാരം ഉണ്ടാകും വരെ പ്രതിഷേധം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ജനം, ഇടുക്കി.